സ്വരാജ് തന്നെ ഇവിടെ നമുക്കിപ്പോൾ ചിരിക്കാം. ഇന്ന് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കുകയുണ്ടായി. എന്നാൽ ഒരു നടപടി സംബന്ധിച്ചൊരു വ്യക്തത അവർ വരുത്തിയിട്ടില്ല. ഒരു 3 പ്രതികളായി നിൽക്കുകയാണ് സ്ഥലത്തെ MLA ഉൾപ്പെടെയുള്ളത്. കേരളീയ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ് വയനാട്ടിലുണ്ടായത്. നമ്മുടെ മാധ്യമങ്ങളത് ആത്മഹത്യ എന്ന നിലയിലാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിലും സത്യത്തിൽ അതൊരു കൊലപാതകമാണ്, ഒരു ഇരട്ട കൊലപാതകം. കേരളത്തിലെ ഒരു സംഘടനാ കൊലപാതകം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മനുഷ്യക്കുരുതിയാണ് നടന്നത്. അത് നടത്തിയതാവട്ടെ MLAയുടെയും DCC പ്രസിഡന്റിൻ്റെയും എല്ലാം നേതൃത്വത്തിലാണ്. വൻതോതിലുള്ള സാമ്പത്തിക തട്ടിപ്പിനെ തുടർന്ന് ഒരായുഷ്കാലം മുഴുവൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച NM വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബവും അവസാനം അദ്ദേഹവും മകനും ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത സ്ഥിതിയിലെത്തി. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വത്തെ അദ്ദേഹം രേഖാമൂലം തന്നെ സമീപിച്ചിരുന്നതായാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തെ ബോധപൂർവം മരണത്തിലേക്ക് തള്ളിയിടുന്ന സമീപനമാണ് നേതൃത്വം സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു സംഘടനാ കൊലപാതകം എന്ന് വിശേഷിപ്പിക്കേണ്ടത്. അതിലിപ്പോൾ പ്രതിയായിരിക്കുന്നതാവട്ടെ ഇവിടുത്തെ MLAയും DCC പ്രസിഡന്റും മറ്റു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളവരും. തീർച്ചയായും ഇവിടുത്തെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഇതിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നവരും കുറ്റക്കാരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാനും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനുമെല്ലാം ആഗ്രഹിക്കുന്നതുമാണ്. ആ വയനാടിൻ്റെ വികാരമാണ് ഇന്നിവിടെ മനുഷ്യച്ചങ്ങലയുടെ രൂപത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇതിന് ധാരാളം കോൺഗ്രസ് പ്രവർത്തകരുടെയും മാനസികവും പ്രത്യക്ഷവുമായ പിന്തുണയും. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും, നീതി കാക്ഷിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് ഇന്നത്തെ മനുഷ്യച്ചങ്ങല ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സത്യത്തിൽ വയനാട്ടിലെ കോൺഗ്രസ് DCCയെ തിരിച്ചുവിടാനും ഇവിടുത്തെ MLAയോട് രാജിവെക്കാനുമാണ് ഉപദേശിക്കേണ്ടത്. അതാണ് ഈ നാട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്.